വഴക്കുകളും സ്വരച്ചേർച്ചകളും നമ്മുടെ ചിലരുടെയെങ്കിലും ജീവിതത്തിൽ സർവ്വസാധാരണമാണ്. ചിലതൊക്കെ ഞാൻ കണ്ടില്ല എന്നങ്ങ് നടിക്കുമെന്നേ. രണ്ടു കൈയും കൂട്ടിയടിച്ചാലല്ലേ ശബ്ദം കേൾക്കൂ. ചിലതൊക്കെ ഞാൻ കേട്ടില്ല എന്നങ്ങ് നടിക്കും. നമ്മളിൽ ചിലരെങ്കിലും പറയുന്ന ചില വാചകങ്ങളാണിത്. എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഇത്രയേറെ സ്വരച്ചേർച്ചകളും ഇത്രയേറെ ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നത്? ഒരിക്കൽ ഒരു വൃദ്ധയായ സ്ത്രീ ഒരു ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്നു. അവരുടെ കയ്യിൽ രണ്ട് വലിയ ഭാണ്ഡക്കെട്ടുകൾ ഉണ്ടായിരുന്നു. യാത്രാമധ്യേ ഇവരുടെ ഭാണ്ഡക്കെട്ടുകൾ മൂലമുണ്ടായ ബുദ്ധിമുട്ട് കൊണ്ട് ചില യാത്രക്കാർ അവരോട് വളരെ പരുഷമായി സംസാരിച്ചു. എന്നാൽ അവരോടൊക്കെ ഒരു ചെറിയ പുഞ്ചിരി മാത്രമാണ് ഈ വൃദ്ധയ്ക്ക് നൽകാനുണ്ടായിരുന്നത്. എന്നാൽ യാത്ര കുറച്ചു നേരം മുന്നോട്ട് നീങ്ങിയപ്പോഴേക്കും കണ്ടക്ടർ വന്ന് ഈ യാത്രക്കാരിയോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങളോട് ദേഷ്യപ്പെട്ടവരോടൊക്കെ നിങ്ങൾ വളരെ സൗമ്യമായി ഒന്ന് ചിരിച്ചത്? ആ വൃദ്ധയായ സ്ത്രീ മറുപടി പറഞ്ഞത് ഇപ്രകാരമാണ്: അടുത്ത സ്റ്റോപ്പിൽ ഞാൻ എന്റെ യാത്ര അവസാനിപ്പിച്ച് ഈ ബസ്സിൽ നിന്നും ഇറങ്ങും. അല്പദൂരം മാത്രം യാത്ര ചെയ്യുന്ന എന്റെ കൂടെയുള്ളവരോട് ഞാൻ എന്തിനു ദേഷ്യപ്പെടണം? ഇതാണ് പ്രിയമുള്ളവരെ നമ്മളുടെ ജീവിതത്തിലും സംഭവിക്കുന്നത്. നമ്മുടെ ഈ യാത്ര എത്ര ദൂരമാണെന്ന് നമുക്ക് നിശ്ചയമില്ല. ആ യാത്രയിലാണ് നാം മറ്റുള്ളവരോട് ദേഷ്യത്തോടെ പെരുമാറുന്നത്. നമ്മളിലെ ഞാനെന്ന ഭാവവും അധികാരത്തിന്റെ മത്തും തലയ്ക്ക് പിടിക്കുമ്പോഴാണ് നാം സ്വയം മറന്നുകൊണ്ട് മറ്റുള്ളവരോട് ദേഷ്യത്തിൽ സംസാരിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ ദേഷ്യം കൊണ്ട് നാം നേടുന്നതായി ഒന്നുമില്ല. മറിച്ച് സ്നേഹം കൊണ്ട്, കരുണ കൊണ്ട് നാം നേടുന്നതായി അനേകം കാര്യങ്ങളുണ്ട്. ഞാനെന്ന ഭാവം കളയുമ്പോഴാണ് നാം ആദ്യം തന്നെ ദേഷ്യത്തിൽ നിന്ന് പിന്തിരിയുന്നത്. നമ്മുടെ ദേഷ്യം കാരണം സങ്കടം കൊണ്ട് അവരുടെ കണ്ണു നിറയ്ക്കുന്നതിലല്ല, മറിച്ച് സന്തോഷം കൊണ്ട് അവന്റെ മനസ്സ് നിറയ്ക്കുന്നിടത്താണ് നമ്മൾ ചിലരെങ്കിലും ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നുള്ള നല്ല നല്ല അവശേഷിപ്പുകൾ കോറിയിടപ്പെടുന്നത്. ഗുഡ് തോട്ട്സ്, ഗുഡ് ലൈഫ്.